മാത്സയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഓട്ടോകാഡ് ട്യൂട്ടോറിയൽ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോളിലൈൻ, ജോയിൻ, എക്സ്പ്ലോഡ്, സർക്കിൾ, റെക്റ്റാങ്കിൾ, പോളിഗൺ തുടങ്ങിയ ഓപ്ഷനാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യമായി പറയാനുള്ളത് പോളിലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. പോളിലൈനിന്റെ കമാൻഡ് വരുന്നത് PL ആണ്. അപ്പൊ നമ്മൾ ആ കമാൻഡ് ഏരിയയിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, PL എന്ന് ടൈപ്പ് ചെയ്യുക, എന്റർ ചെയ്യുക. ദെൻ ഇവിടെ സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് ബട്ടൺ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുന്നു. പിന്നീട് കമാൻഡ് ഏരിയയിൽ ചോദിക്കുന്നത് സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് എന്നല്ലേ, അതായത് രണ്ടാമത്തെ പോയിന്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കൊരു വാല്യൂ ആണ്, ഒരു അളവാണ് കൊടുക്കാനുള്ളതെങ്കിൽ ആ അളവ് ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റിലേക്കുള്ള അളവ് 500 ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തത്. 500 കൊടുക്കുന്നു. കണ്ടോ? അങ്ങനെ അടുത്തടുത്ത പോയിന്റിലേക്ക് ഓരോ അളവുകൾ ടൈപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ദെൻ പോളിലൈൻ്റെ ഒരു പ്രത്യേകത, ലൈൻ മാത്രമല്ല അതിന്റെ കൂടെ ആർക്കും നിങ്ങൾക്ക് വരക്കാൻ പറ്റും. അതിനുവേണ്ടി കമാൻഡ് ഏരിയയിലെ ആർക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ആർക്ക് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഇത് ഓർത്തോ ഓഫ് ആക്കിയിട്ടാണ് ഇപ്പോൾ വരച്ചത് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാ ആംഗിളിലേക്കും, കണ്ടോ, എല്ലാ സൈഡിലേക്കും റൊട്ടേഷൻ സാധ്യമാവുന്നത് എന്തുകൊണ്ടാ? ഓർത്തോ ഓഫ് ആയതുകൊണ്ടാണ്. F8 അഥവാ ഓർത്തോ ഓൺ ചെയ്താൽ ഇതിങ്ങനെ സ്ട്രെയിറ്റ് മാത്രമേ വരക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? ദെൻ ഇവിടെ തിരിച്ച് ലൈനിലേക്ക് വരണമെങ്കിൽ ഇവിടെ ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ഫിഗർ ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ കാണാം, ക്ലിക്ക് ചെയ്യാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ലൈൻ വെച്ച് ഒരു ഷേപ്പ് വരക്കുകയാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഇവിടെ ഉണ്ടാക്കി. ദെൻ പോളി ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് അതുപോലത്തെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടാക്കി. ഇവിടെ പോളിലൈന്റെ കേസിൽ നമുക്ക് ഈ ഒരു മൊത്തം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം സെലക്ട് ചെയ്താൽ, പോളിലൈൻ ആയിട്ടുള്ള ഈ ഒബ്ജക്റ്റിന് ഏതെങ്കിലും ഒരു ഭാഗം സെലക്ട് ചെയ്താൽ എൻറ്റയർ ഒബ്ജക്റ്റ് സെലക്ട് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ആ ഒബ്ജക്റ്റ്, പോളിലൈൻ വെച്ച് വരക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകളും എന്തായിരിക്കും? സിംഗിൾ ആണെന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ലൈൻ വെച്ച് വരച്ച ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമാണ് സെലക്ഷൻ പോകുന്നതെങ്കിൽ അവിടെയുള്ള ലൈൻ മാത്രമേ സെലക്ട് ആവത്തുള്ളൂ, മൊത്തം ഒബ്ജക്റ്റ് സെലക്ട് ആവില്ല. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ലൈൻ വെച്ച് വരക്കുന്ന ഒബ്ജക്റ്റുകളെല്ലാം സെപ്പറേറ്റ് ആണ്, വെവ്വേറെ ലൈനുകളായിട്ടാണ് കാണപ്പെടുക. ക്ലിയർ അല്ലേ? നമ്മളെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. പോളി ലൈൻ വെച്ച് വരക്കുന്ന ഒബ്ജക്റ്റുകളെല്ലാം സിംഗിൾ ആയിരിക്കും, ലൈൻ വെച്ച് വരക്കുന്ന ഒബ്ജക്റ്റുകളെല്ലാം സെപ്പറേറ്റ് ലൈൻ വെച്ച് ചെയ്തിട്ടുള്ളതായിരിക്കും. ദെൻ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഈ ലൈൻ വെച്ച് വരച്ച ഒബ്ജക്റ്റിനെ പോളി ലൈൻ പോലെ സിംഗിൾ ആക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. യെസ് എന്നാണ് അതിന്റെ ഉത്തരം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് ജോയിൻ അഥവാ ജെ എന്ന് പറയുന്നത്. അപ്പോ ലൈനിനെ പോളി ലൈനാക്കി മാറ്റാൻ, അതായത് സിംഗിൾ ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷന്റെ പേരാണ് ജോയിൻ. കമാൻഡ് ജെ ആണ്. ഇവിടെ ജെ ടൈപ്പ് ചെയ്യുക, എന്റർ ചെയ്യുക. മൊത്തം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. അപ്പൊ ഇവിടെ കമാൻഡ് ഏരിയയിൽ എഴുതി കാണിക്കുന്നുണ്ടോ? 3 ഒബ്ജക്ട്സ് കൺവേർട്ടഡ് ടു 1 പോളി ലൈൻ. 3 ഒബ്ജക്റ്റിനെ, അതായത് 3 ലൈനിനെ ഒരു പോളി ലൈനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു അർത്ഥം. ഇനി ഒന്ന് സെലക്ട് ചെയ്ത് നോക്കിയേ, അത് സിംഗിൾ ആയി അഥവാ പോളി ലൈനായി മാറി. ക്ലിയർ അല്ലേ? ഇനി നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാലോ? സെപ്പറേറ്റ് ആക്കാൻ, അതായത് ജോയിൻ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റുകളെ വെവ്വേറെ അഥവാ സെപ്പറേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? യെസ്, ആ ഓപ്ഷന്റെ പേരാണ് എക്സ്പ്ലോഡ് എന്നുള്ളത്. കമാൻഡ് എക്സ് ആണ്. ടൈപ്പ് ചെയ്യുക, കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക, എക്സ് ടൈപ്പ് ചെയ്യുക, എന്റർ ചെയ്യുക. മൊത്തം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് എന്റർ ചെയ്യുക. ഇപ്പൊ എന്തായി? എല്ലാം വെവ്വേറെ ലൈനായി മാറി. ഇപ്പൊ ജോയിനും പഠിച്ചു, എക്സ്പ്ലോഡും പഠിച്ചു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സർക്കിൾ ആണ്. സർക്കിളിന്റെ കമാൻഡ് സി ആണ്. സി ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുക. സ്പെസിഫൈ സെന്റർ പോയിന്റ് ഫോർ സർക്കിൾ എന്ന് ചോദിക്കുമ്പം നമുക്ക് വേണ്ട സ്ഥലത്ത് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോ കമാൻഡ് ഏരിയയിൽ ചോദിക്കുന്നത് എന്താ? സ്പെസിഫൈ റേഡിയസ് ഓഫ് സർക്കിൾ എന്നല്ലേ. നമുക്ക് ആവശ്യമുള്ള സർക്കിളിന്റെ റേഡിയസ് കൊടുക്കുക. ഞാൻ അതൊരു 200 കൊടുത്ത് എന്റർ ചെയ്യാണ്. എന്താണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ? ഹാഫ് ഓഫ് ദ സർക്കിൾ, സർക്കിളിന്റെ പകുതി അളവ് എന്നല്ലേ നമുക്ക് പറയാം. ഞാനൊരു ലൈൻ എടുത്തിട്ട് ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്താൽ ഇതാ, ഇത് ഫുൾ അളവ്, ഇത് ഹാഫ് അളവ്. അപ്പോൾ ഹാഫ് അളവിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയാ.
ഫുൾ അളവ് എന്തായിരിക്കും? ഡയാമീറ്റർ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ സർക്കിളിലെ ഒന്നാമത്തെ മെത്തേഡിന്റെ പേരാണ് സെന്റർ റേഡിയസ്. സെന്റർ കൊടുത്ത് റേഡിയസ് കൊടുത്ത് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ വീണ്ടും സി ടൈപ്പ് ചെയ്യുന്നു, സെന്റർ പോയിന്റ് കൊടുത്തിട്ട് ഡയാമീറ്ററിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡയാമീറ്ററിൽ ക്ലിക്ക് ചെയ്ത് ഞാനൊരു 500 എന്ന് കൊടുക്കുകയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യത്തെ മെത്തേഡ് സെന്റർ റേഡിയസും രണ്ടാമത്തെ മെത്തേഡ് സെന്റർ ഡയാമീറ്ററുമാണ്. ഡയാമീറ്റർ എന്ന് പറയുമ്പോൾ ഫുൾ അളവാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സർക്കിളിന്റെ റേഡിയസ് കൊടുത്തു, സർക്കിളിന് ഡയമീറ്ററും കൊടുത്തു. ഇതിന്റെ രണ്ടിന്റെയും റേഡിയസും ഡയമീറ്ററും അളക്കാനാണ് അടുത്തായിട്ട് നമ്മൾ പോകുന്നത്. അതിനുവേണ്ടി എവിടെ പോകണം? ഹോം ടാബിൽ വരിക, അനോട്ടേഷൻ പാനലിൽ വന്നാൽ ഇവിടെ കണ്ടോ ഒരു ലിനിയർ എന്ന് പറഞ്ഞൊരു ഭാഗത്തിന്റെ റൈറ്റ് സൈഡിൽ ഏറോ ക്ലിക്ക് ചെയ്യുക. അവിടെ റേഡിയസ് എടുക്കുക, സർക്കിളിന്റെ മേലെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, കുറച്ച് മാറിയിട്ട് ഒന്നും കൂടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ എന്തായി? ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ റേഡിയസ് കണ്ടു. അതുപോലെ ഇവിടെ വന്ന് ഡയാമീറ്റർ എടുക്കുക, സർക്കിളിന്റെ മേലെ ലെഫ്റ്റ് ക്ലിക്ക്, നമുക്ക് എവിടെയാണോ ഡയമെൻഷൻ കാണേണ്ടത് അവിടെ ലെഫ്റ്റ് ക്ലിക്ക്, കുറച്ചൊന്ന് സൂം ചെയ്യാം, ഡയമീറ്റർ 500 ആണ്. മനസ്സിലായല്ലോ? ഇതിനെ മൊത്തം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയാണ്. സർക്കിളിന്റെ 2 മെത്തേഡ് പഠിച്ചു. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് 3 പോയിന്റ് ആണ്. 3P എന്ന് പറഞ്ഞ മെത്തേഡാണ്. ഇപ്പൊ 3P എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 പോയിന്റുകൾ ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ അതിനായി പരിഗണിച്ചിരിക്കുന്നത് 3 ലൈൻ ആണ്. ഒരു ലൈൻ ഇവിടെ, രണ്ടാമത്തെ ലൈൻ ഇവിടെ, മൂന്നാമത്തെ ലൈൻ ഇവിടെ. അപ്പൊ ഈ ഓരോ ലൈനിന്റെയും ഓരോ പോയിന്റിനെ ടച്ച് ചെയ്തിട്ടായിരിക്കും ഞാൻ 3P എന്ന് പറഞ്ഞ മെത്തേഡ് വരക്കാൻ പോകുന്നത്. സോ സി എന്ന് ടൈപ്പ് ചെയ്യുക, എന്റർ ചെയ്യുക. അതിനുശേഷം എന്ത് ടൈപ്പ് ചെയ്യുക? 3P എന്നതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ഇവിടെ, സെക്കൻഡ് പോയിന്റ് ഇവിടെ, തേർഡ് പോയിന്റ് ഇവിടെ. അപ്പൊ 3 പോയിന്റിനെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ സർക്കിൾ വന്നു. അതാണ് 3 പോയിന്റ്. ഈ 3 പോയിന്റിന്റെയും, അതായത് 3 ലൈനിന്റെയും കറക്റ്റ് ഉള്ളിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കിൾ വരണമെങ്കിൽ അതിന്റെ പേര് 3P എന്നല്ല, 3 ടാൻജന്റ് എന്നാണ്. അത് ഈ സർക്കിളിന്റെ മെത്തേഡ് ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് ക്ലിയർ അല്ലേ? ദെൻ അടുത്ത മെത്തേഡ് എന്താ? വീണ്ടും സർക്കിളിനകത്തേക്ക് പോയാൽ 3Pയുടെ അയൽവക്കത്തായിട്ട് അയൽവാസിയായിട്ട് ആരുണ്ട്? 2P ഉണ്ട്. 2 പോയിന്റ് എന്നാണ് ആ മെത്തേഡിന്റെ പേര്. 2Pയിൽ ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്. ഇപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു സംശയം, 2P മെത്തേഡ് വരക്കാൻ 2 ലൈനിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഒരു ലൈൻ ആയാലും മതി. നമുക്കറിയാം ഒരു ലൈൻ എന്ന് പറയുന്ന ഒട്ടനവധി പോയിന്റ് അടുത്ത് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഒരു ലൈനിന്റെ ഏത് പോയിന്റിലും നമുക്ക് 2P വരക്കാം. 2 പോയിന്റ് മെത്തേഡ് വരക്കാം. 2P എടുത്തു, ഫസ്റ്റ് പോയിന്റ് ഇവിടെയും കണ്ടോ, സെക്കൻഡ് പോയിന്റ് ഇവിടെയോ 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 എവിടെ വേണം കൊടുക്കാം. അങ്ങനെയാണ് 2P മെത്തേഡ് ചെയ്യുക. ഇത് ക്ലിയർ അല്ലേ? ഇനി അതിനകത്ത് വരുന്ന മെത്തേഡ് എന്താന്ന് നോക്കാം നമുക്ക്. TTR ആണ്, ടാൻജന്റ് ടാൻജന്റ് റേഡിയസ്. അതായത് 2 ലൈനിന് ടാൻജന്റ് ആയിട്ടും കൃത്യമായ ഒരു റേഡിയസ് കൊടുത്തിട്ടും സർക്കിൾ വരക്കുന്ന മെത്തേഡിനെയാണ് TTR അഥവാ ടാൻജന്റ് ടാൻജന്റ് റേഡിയസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ആവശ്യമുണ്ട്? 2 ലൈൻ ആവശ്യമുണ്ട്. സോ വീണ്ടും സി ടൈപ്പ് ചെയ്യുക, 2 ലൈൻ വരച്ചതിന് ശേഷം TTR ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ടാൻജന്റ് ഓഫ് സർക്കിൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, സെക്കൻഡ് ടാൻജന്റ് ഓഫ് സർക്കിൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഒരു റേഡിയസ് കൊടുക്കുകയാണ്. ഞാൻ കൊടുക്കുന്ന റേഡിയസ് ഒരു 700 ആണെന്ന് വിചാരിക്കും. കണ്ടോ, ഇവിടെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇത് ടാൻജന്റ് കീപ്പ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണ്. നമ്മളൊരു ലൈൻ എടുത്തിട്ട് കണ്ടോ ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ അവിടെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് വന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് ടാൻജൻസി കീപ്പ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്ന് പറയാം. സർക്കിളിലേക്ക് വീണ്ടും വരിക, TTRനെ യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്. ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്ന ഒരു അളവ് എന്ന് പറയുന്നത് ഒരു 500 ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് TTR മെത്തേഡ്. അപ്പൊ എത്ര മെത്തേഡ് പഠിച്ചു? സെന്റർ റേഡിയസ് ഒന്നാമത്തതും, സെന്റർ ഡയമീറ്റർ രണ്ടാമത്തേതും, 3P മൂന്നാമത്തേതും, 2P നാലാമത്തേതും, TTR അഞ്ചാമത്തേതും അല്ലേ? സോ ടോട്ടൽ 6 മെത്തേഡ്, 6 ഓപ്ഷനാണ് സർക്കിളിനുള്ളത്. ആറാമത്തെ ഓപ്ഷനാണ് ടാൻജന്റ് 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 എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് നമുക്ക് കമാൻഡ് ഉപയോഗിച്ച് കിട്ടൂല. പകരം ഇവിടെ വരിക, സർക്കിളിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ, ആ താഴേക്ക് ലേയറിൽ ക്ലിക്ക് ചെയ്താൽ ലാസ്റ്റ് ആയിട്ട് ആരെ കാണാം? ടാൻജന്റ് ടാൻജന്റ് ടാൻജന്റിനെ കാണാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം 3 ലൈൻ വരച്ചു വെക്കണം. 3 ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ ആയിരിക്കും സ്വാഭാവികമായിട്ട് മനസ്സിൽ ഓർമ്മ വരിക. അല്ലെങ്കിൽ ഇങ്ങനെയും വരക്കാം. എന്തായാലും 3 ലൈൻ വേണമെന്നേ ഉള്ളൂ. ഇവിടെ വരിക, ടാനിൽ വരിക. ഫസ്റ്റ് പോയിന്റ് ഇവിടെ, സെക്കൻഡ് പോയിന്റ് ഇവിടെ, തേർഡ് പോയിന്റ് ഇവിടെ. കണ്ടോ, കറക്റ്റ് ടാൻജന്റ് ആയി. ഒന്നും കൂടെ വരിക, ടാനിൽ വരിക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ക്ലിയർ? ഇത്രയും മെത്തേഡുകളാണ് സർക്കിളിനുള്ളത്. സോ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ വരിക, അതിനകത്ത് ടൈപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഞാൻ റിപ്ലൈ തരാം. അപ്പോ അടുത്ത ഓപ്ഷനിലേക്ക് ഒന്ന് വരാം. അടുത്ത ഓപ്ഷന്റെ പേര് എന്ന് പറയുന്നത് പോളിഗൺ. എന്താണ് പോളിഗൺ? പോളിഗണിന്റെ കമാൻഡ് എന്ന് പറയുന്നത് POL ആണ്. POL. ഈ പോളിഗൺ വരയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് മെത്തേഡിലാണ് പോളിഗൺ വരയ്ക്കാൻ പറ്റുക. ഒന്ന് സർക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള റേഡിയസ് മെത്തേഡിലും രണ്ടാമത് ഒരു ലൈനിനെ ബേസ് ചെയ്തിട്ടുള്ള എഡ്ജ് മെത്തേഡിലുമാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് സർക്കിളിനെ ബേസ് ചെയ്ത് ചെയ്യുന്ന റേഡിയസ് മെത്തേഡാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു സർക്കിൾ വരക്കാം. ആദ്യം സർക്കിൾ എടുക്കുവാണ്, സെന്റർ പോയിന്റ് വരച്ചു, ഞാനൊരു 500 റേഡിയസ് കൊടുത്തു. ക്ലിയർ. ശേഷം പോളിഗണിലേക്ക് വരിക, POL ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു റെക്ടാങ്കിൾ താഴെയായിട്ട് പോളിഗൺ ഉണ്ടാവും കേട്ടോ. പക്ഷെ കമാൻഡ് വെച്ചിട്ട് തന്നെ ചെയ്ത് പഠിക്കുക, അപ്പോഴേ ഫാസ്റ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ POL ടൈപ്പ് ചെയ്യുക, എന്റർ ചെയ്യുക. എന്റർ നമ്പർ ഓഫ് സൈഡ്സ്, എത്ര സൈഡ്സ് വേണം? ഞാനൊരു 8 സൈഡ് കൊടുക്കുവാണ്, എന്റർ ചെയ്യാണ്. സ്പെസിഫൈ സെന്റർ ഓഫ് പോളിഗൺ എന്ന് പറയുമ്പം സർക്കിളിന്റെ സെന്റർ ഏതാണോ അത് തന്നെ ആയിരിക്കണം പോളിഗണിന്റെയും സെന്റർ. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. പിന്നീട് വരുന്നത് എന്താ? എന്റർ ആൻ ഓപ്ഷൻ എന്നല്ലേ. ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ വേണോ, സർക്കംസ്ക്രൈബ്ഡ് എബൌട്ട് സർക്കിൾ വേണോ? എന്താ ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിള്? സർക്കിളിന്റെ ഉള്ളിൽ പോളിഗൺ വരുന്ന മെത്തേഡിനെയാണ് ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ എന്ന് പറയാ. സർക്കിളിന്റെ പുറത്ത് പോളിഗൺ വരുന്ന മെത്തേഡാണ് സർക്കംസ്ക്രൈബ്ഡ് എബൌട്ട് സർക്കിൾ. സോ ആദ്യം നമുക്ക് ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ പഠിക്കാം. അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. സ്പെസിഫൈ റേഡിയസ് ഓഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ ആ സർക്കിളിന്റെ റേഡിയസ് എത്രയാണോ കൊടുത്തത് അതാണ്. ക്ലിയർ. ഞാനൊരു 500 കൊടുക്കുകയാണ്. ക്ലിയർ. അപ്പൊ അതിന്റെ കോർണർ ഒക്കെ എന്തായിരിക്കും? സർക്കിളിനെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ്. സോ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ സെന്ററിൽ നിന്നും ഈ കോർണർ വരെയാണ് അതിന്റെ റേഡിയസ് എന്ന് നമുക്ക് അളക്കാൻ പറ്റും. ക്ലിയർ. ഇനി അടുത്തത് വീണ്ടും പോളിഗണിലേക്ക് വന്നു, POL ടൈപ്പ് ചെയ്തിട്ട് നമ്പർ ഓഫ് സൈഡ്സ് 8 തന്നെ കൊടുത്തു. സെന്റർ എന്ന് പറയുമ്പോൾ ഈ സർക്കിളിന്റെ സെന്റർ കൊടുത്തു. സർക്കംസ്ക്രൈബ്ഡ് എബൌട്ട് സർക്കിളിലേക്ക് ക്ലിക്ക് ചെയ്ത് റേഡിയസ് എന്ന് പറയുന്നത് എത്ര കൊടുക്കുന്നു? 500 തന്നെ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എന്തായി? ഈ ഒരു പോളിഗണിന്റെ ഒരു എഡ്ജിന്റെ സെന്ററിലേക്കല്ലേ സർക്കിള് ടച്ച് ആവുന്നത്. അപ്പൊ ആ ഒരു ഭാഗമാണ് എന്ത്? ഇതാണ് ഇതിന്റെ റേഡിയസ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഈ സർക്കിളിനെ പിന്നീട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ. ഇനി അടുത്തൊരു മെത്തേഡായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എഡ്ജ് മെത്തേഡാണ്. അതിനു വേണ്ടി നമുക്കൊരു ലൈൻ വരക്കാം. ഞാനൊന്ന് ഓർത്ത് ഓൺ ആക്കിയിട്ട് 200 ലെങ്ത്തുള്ള ലൈൻ വരച്ചു. ശേഷം വീണ്ടും എന്ത് ചെയ്യാം? പോളിഗണിന്റെ കമാൻഡായ POL ടൈപ്പ് ചെയ്യാം. നമ്പർ ഓഫ് സൈഡ്സ് 8 തന്നെ കൊടുക്കുന്നു, എന്റർ ചെയ്യാം. സ്പെസിഫൈ സെന്റർ ഓഫ് പോളിഗൺ ചോദിക്കുമ്പം സെന്റർ അല്ല കൊടുക്കേണ്ടത്, പകരം ബ്രാക്കറ്റിലുള്ള എഡ്ജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ഒരു പോയിന്റും മറ്റൊരു പോയിന്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്തായി? ഇതേ അളവായിരിക്കും എല്ലാ സൈഡിലും വന്നിട്ടുണ്ടാവുക. ക്ലിയർ ആണോ? ഓക്കെ. നമുക്കൊന്ന് അളന്ന് നോക്കണമെങ്കിൽ ഇതിപ്പോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഉണ്ട്, ചെരിഞ്ഞിട്ടുള്ള ഭാഗമുണ്ട്. നിങ്ങൾ ഇവിടെ അനോട്ടേഷൻ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്താൽ അലൈൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. ഇതിൽ 2 പോയിന്റ് ക്ലിക്ക് ചെയ്യുക, 200, then വീണ്ടും കണ്ടോ 200. മനസ്സിലായില്ലേ? എല്ലാ സൈഡ്സും എന്തായി? 200 എന്നുള്ള അളവിലാണ് വന്നിട്ടുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ 2 മെത്തേഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോളിഗൺ വരക്കാന്ന് മനസ്സിലാക്കാം. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അടുത്തൊരു ഓപ്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ. റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തിന്റെ പേര് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, റിബൺ ടൈപ്പ് ടൂൾ ആണ്. അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? ഹോം ടാബില് ഡ്രോ പാനൽ, എവിടെ? ഹോം ടാബില് ഡ്രോ പാനലില് റെക്റ്റാങ്കിൾ എന്ന് പറയാം. ഓക്കെ. അല്ലെങ്കിൽ റെക്റ്റാങ്കിളിന്റെ കമാൻഡ് എന്താ? REC ആണ്. REC ടൈപ്പ് ചെയ്യുക, എന്റർ ചെയ്യുക. സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എവിടെയാണ് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് അവിടെ ഫസ്റ്റ് കോർണർ പോയിന്റ് വരും. അതിനുശേഷം ബ്രാക്കറ്റിൽ കമാൻഡ് ഏരിയയിൽ വന്നത് എന്താണ്? ഡയമെൻഷൻ ആണ്. ആ ഡയമെൻഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്താ ചോദിക്കുന്നത്? സ്പെസിഫൈ ലെങ്ത് ഫോർ റെക്റ്റാങ്കിൾസ് എന്നല്ലേ. അവിടെ 100 ആണ് എനിക്ക് വേണ്ടതെങ്കിൽ 100 ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുക. വീതി എന്ന് പറയുന്നത് ഞാൻ ഒരു 50 കൊടുക്കുന്നു, 50 ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് റെക്റ്റാങ്കിളിന് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
നമുക്ക് റെക്ടാങ്കിൾ ക്രിയേറ്റ് ആവണമെങ്കിൽ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ വീണ്ടും റെക്ടാങ്കിളിലേക്ക് വന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഫസ്റ്റ് കോർണർ പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? ആ റൊട്ടേഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ കണ്ടോ, നമ്മൾ ഫസ്റ്റ് പിക്ക് ചെയ്ത കോർണർ പോയിന്റിൽ ആ കോർണർ പോയിന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നെ റൊട്ടേഷൻ വരുന്നത്. അതായിരിക്കും ബേസ് പോയിന്റ്. ആ പോയിന്റ് ഫിക്സ് ആയിരിക്കും. റൊട്ടേഷൻ ആംഗിൾ ഞാൻ 45 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്യാണ്. കണ്ടോ? ഇനി നമുക്ക് ഇതിനകത്ത് ഡയമെൻഷൻ കൊടുക്കണമെങ്കിലോ വീണ്ടും ഡയമെൻഷനിലേക്ക് പോവുക. ഞാൻ 200 നീളവും 100 വീതിയും കൊടുത്തു. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇത് നമ്മൾ പറഞ്ഞ ആംഗിളിൽ എന്തായി? ക്രിയേറ്റ് ആയി. വീണ്ടും റെക്ടാങ്കിൾ ഞാൻ എടുക്കുമ്പം എന്താ ഉണ്ടാവുക? റൊട്ടേഷൻ തൊട്ട് മുന്നേ കൊടുത്തത് കൊണ്ട് ആ റൊട്ടേഷൻ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ എങ്ങനെ റൊട്ടേഷൻ കളയാ? എവിടെ പോയിട്ടാണോ റൊട്ടേഷൻ കൊടുത്തത് റൊട്ടേഷനകത്ത് പോവാ, അവിടെ 0 എന്ന് കൊടുക്കുക, എന്ത് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇത്രയും മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പറയുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. Okay, thank you. See you next video. Bye bye.